Hi guys, again welcome back to my channel Kicks Daily Vlogs. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കിക്കി മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നാണ് കേട്ടോ ഇന്ന് വീഡിയോ കാണിക്കുന്നത്. ഈ തവണ ഞങ്ങളൊരു കുട്ടി സെലിബ്രേഷനാണ് കേട്ടോ ഞങ്ങൾ കണ്ടക്ട് ചെയ്തത്. കാരണം ഇവളുടെ ബർത്ത്ഡേ തേഴ്സ്ഡേ ആയിരുന്നു. കാരണം വീക്കെൻഡ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അധികം വലിയ പ്രോഗ്രാമൊന്നുമല്ല കേട്ടോ വെച്ചത്. നമ്മൾ കേക്ക് ഗാലറിയിൽ നിന്നാണ് നമ്മൾ ഒരു മാംഗോ കേക്ക് ഓർഡർ ചെയ്തത്. ഞങ്ങൾ എല്ലാ ഫംഗ്ഷനും ഇവിടെ നിന്ന് തന്നെയാണ് കേക്ക് ഓർഡർ ചെയ്യുന്നത്. ഇത് നമ്മുടെ അബുദാബിയിൽ തന്നെയുള്ള ഒരു കേക്ക് ഷോപ്പാണ്. ഇവിടെ നല്ല അടിപൊളി കേക്കുകളാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ചോക്ലേറ്റ്സ്, ബൊക്കെ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. ഒരുപാട് വെറൈറ്റി കേക്കുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിൽ ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള ആക്സസറീസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ക്യാൻഡിൽസ്, അതുപോലെ തന്നെ നമുക്ക് ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്കിവിടെ വാങ്ങാൻ സാധിക്കും. കേക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും മുൻകൂട്ടി ഓർഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസേഷനായിട്ടും അതുപോലെ തന്നെ കറക്റ്റ് ടൈമിങ്ങിലും നമുക്കത് വാങ്ങാൻ സാധിക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ കേക്കുകളെ കാണാൻ വേണ്ടിയിട്ട്. നല്ല പെർഫെക്ഷനോട് കൂടിയാണ് എല്ലാ കേക്കുകളും തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കേക്ക് വാങ്ങാൻ ചെല്ലുമ്പോഴായിരിക്കും കേട്ടോ ഈ ഒരു റൈറ്റിങ്സൊക്കെ ഇവർ ചെയ്യുന്നത്. കാരണം ഇൻ കേസ് ഇത് ക്യാൻസലായാലേ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ റൈറ്റിങ്സൊക്കെ നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും എഴുതുന്നത്. ഈ ഒരു കേക്കിൽ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രോബെറീസും കറൻബെറീസും ബ്ലൂബെറീസും ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു ഷോപ്പിൽ നമുക്ക് കയറിയ ഒരുപാട് ചോക്ലേറ്റ് ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാമെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഈ ബൊക്കേസ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതെന്ന് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ കേക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ കേക്ക് ഗാലറിയുടെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ അടുത്തായിട്ട് പോയത് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് അബുദാബിയിലൊക്കെയാണ് കേട്ടോ. കാരണം ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ഒരു ചർച്ചിലൊക്കെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഈ ഒരു ഓർത്തഡോക്സ് ചർച്ചിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഈ ഒരു ചർച്ച് പുതുതായി നിർമ്മിച്ചൊരു ചർച്ചാണ് കേട്ടോ. ഇതിന് മുന്നേ ഒരു പഴയ ചർച്ചായിരുന്നു. അപ്പം ഞങ്ങളിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത് ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഈ ഒരു ചർച്ചിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ പോകുന്നത് ഇതിൻ്റെ മെയിൻ എൻട്രൻസിലേക്കാണ്. നമ്മൾ വന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഈ ഒരു എൻട്രൻസ് ഡോറ് ക്ലോസ്ഡ് ആയിരുന്നു. പകരം സൈഡ് ഡോറുകൾ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നേർച്ചയിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനുള്ള നേർച്ചയും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കിക്കിമോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ ഈ ചർച്ചിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് നമ്മൾ നേർച്ചയിടിക്കുകയും അതുപോലെ തന്നെ തിരിയൊക്കെ കത്തിക്കുകയും ചെയ്തായിരുന്നു. അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ചർച്ചൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു ചർച്ചിൻ്റെ ചിത്രപ്പണികൾ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ അതേ ഒരു ചർച്ച് പോലെ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ചധികം ടൈം ഞങ്ങൾ ഈ ഒരു സൈഡിൽ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഈ ഒരു സൈഡിലാണ് കേട്ടോ നമുക്ക് കഴിക്കാനുള്ള നേർച്ച അവർ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ അരി വറുത്ത ഒരു നേർച്ചയായിരുന്നു കേട്ടോ. അത് നമ്മൾ കുറച്ച് കഴിച്ചായിരുന്നു. പിന്നെ നമ്മൾ അടുത്തായിട്ട് പോയത് പള്ളിയുടെ ഉള്ളിലേക്കാണ്. നമ്മൾ സൈഡ് ഡോർ വഴിയാണ് ഈ പ്രാവശ്യം നമ്മൾ ചർച്ചിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ പള്ളിയുടെ ഉൾവശം എന്ന് പറഞ്ഞത്. മദ്ബഹയൊക്കെ കാണാൻ വളരെ ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല. ഇപ്പം നമ്മൾ ഫ്രൈഡേയിൽ സാറ്റർഡേ സൺഡേ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ചർച്ചിലേക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്.
അതുപോലെ എടുത്തു പറയേണ്ടതാണ് മദ്ബഹ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ചർച്ച് ഇപ്പോൾ അബുദാബിയിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ചർച്ചിൻ്റെ അകത്ത് തന്നെയായിട്ട് ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് പേര് നമുക്ക് എഴുതാൻ പറ്റും. എന്ത് വിഷയത്തെ പറ്റിയാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിനെപ്പറ്റി അവിടെ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ചർച്ചിൽ വിസിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മിതിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേരെ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അടുത്തായിട്ട് പോയത് നമുക്കിവിടെ മെഴുകുതിരി വാങ്ങിച്ച് കത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ എഴുതിക്കണമെങ്കിൽ ഇതിവിടെ ഓഫീസ് നൈറ്റും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കവിടെ പോയിട്ട് നമുക്ക് പേരൊക്കെ എഴുതിക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ചർച്ചിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ നമുക്ക് വളരെ ഭംഗിയായിട്ടാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളെന്തായാലും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയ മാംഗോ കേക്ക്. അതിൽ ഹാപ്പി സെക്കൻഡ് ബർത്ത്ഡേ കേക്ക് എന്നാണ് എഴുതിയേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് കാണാൻ വേണ്ടിയിട്ട്. സിമ്പിളാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞങ്ങൾ മാത്രമുള്ളതുകൊണ്ട് അപ്പം തന്നെയാണ് കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്തത്. കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ക്യാൻഡിലൊക്കെ കത്തിച്ചായിരുന്നു. അപ്പം ഇവക്കിത് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർക്ക് അറിയാമായിരുന്നു അവളുടെ ബർത്ത്ഡേ ആണെന്ന്. നമ്മൾ തലേ ദിവസം പോലെ പറയുന്നുണ്ടായിരുന്നു കിക്കി നിനക്ക് 2 വയസ്സാവുമെന്ന്. അപ്പം അവൾക്ക് മനസ്സിലായായിരുന്നു. അപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി റെഡി ആയിട്ടായിരുന്നു കേട്ടോ നിന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള്. അവൾ ഇത് ആദ്യത്തെ ഓർക്കുന്നുണ്ടാവില്ല. ഇവൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സെലിബ്രേഷൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൈപിടിച്ച് അവളെയും കൊണ്ട് കേക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യിച്ചു. അങ്ങനെ ആൾ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടാണ് നിന്നത്. കേക്ക് എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. കേക്ക് മധുരം ഇപ്പോൾ ഇച്ചിരി ഇഷ്ടമായിട്ട് വരുന്നുണ്ട് ആൾക്ക്. അങ്ങനെ പുള്ളിക്കാരി കൊതിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഒരു പീസ് അവൾക്ക് കൊടുത്തു കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നത് ക്യാൻഡിൽ കത്തി നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ക്യാൻഡിൽ കിടത്തിയപ്പോൾ ആൾക്ക് അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു കേക്ക് കട്ടിങ്ങിലൂടെ അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവൾക്ക് അധികം ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല. കാരണം അവൾക്ക് ഒരുപാട് ടോയ്സൊക്കെ കളിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തത് കുറച്ച് ഡ്രസ്സ് വാങ്ങിയായിരുന്നു. ആൾക്ക് ഇങ്ങനെ ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സാണ് കേട്ടോ അവൾക്ക് വേണ്ടി വാങ്ങിയത്. അവൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഞങ്ങൾ ഇന്നലെ പോയിട്ട് വാങ്ങിയതാണ്. കുട്ടികൾക്ക് അധികം പേസ്ട്രീസ് കൊടുക്കാവോന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചാണ് കേട്ടോ ആദ്യം കൊടുത്തത്. പക്ഷേ ആൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പീസൊക്കെ അവൾക്കൊരു പ്ലേറ്റിലിട്ട് കൊടുത്തു. അപ്പം അവൾ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് പേടിയായിരുന്നു അധികം കൊടുക്കാനൊക്കെ ആയിട്ട്. ഈ ഒരു കേക്കിന് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല മാംഗോയുടെ ഒക്കെ ഒരുപാട് ഫ്ലേവേഴ്സും കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലായിട്ട് നമുക്ക് മാംഗോയുടെ പീസസും ഇവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. കിക്കി ആണെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ അടുത്ത് നിന്ന് മാറാതെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവൾക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു കേക്ക്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ അവൾക്ക് വാങ്ങിച്ച ഡ്രസ്സിൻ്റെയൊക്കെ ഫോട്ടോസ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ.
ഇവൾക്ക് ഡ്രസ്സ് എടുത്തത് നമ്മുടെ അൽബാദ മാളിലുള്ള ബേബി ഷോപ്പിൽ നിന്ന്, പിന്നെ നമ്മുടെ ലുലുന്നുമാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മുടെ അൽബാദ മാളിലുള്ള ബേബി ഷോപ്പിൽ. കുട്ടികൾക്കായിട്ടുള്ള ജീൻസൊക്കെ ആണെങ്കിലും കറക്റ്റ് സൈസിലുള്ള ജീൻസൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ലുലു. അവിടെയും കുട്ടികൾക്കുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത്തവണ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണിക്കുന്ന ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഇതിൽ കാണിക്കുന്ന ടോപ്പുകളൊക്കെ നമ്മൾ ലുലുന്നാണ് കേട്ടോ വാങ്ങിയത്. 2 ജീൻസാണ് നമ്മൾ ബേബി ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു ഈ ടോപ്പുകൾക്കൊക്കെ. അധികം റേറ്റ് ഒന്നും ഉണ്ടായില്ല. നമ്മൾ വാങ്ങിയ ടോപ്പുകളൊക്കെ ബനിയൻ മോഡൽ ടോപ്പാണ്. ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ ഡ്രസ്സുകളാണ് നമ്മൾ എടുത്തത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.